ഞാൻ കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കാണുന്നില്ല. ഞാൻ കുറേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ഹാബിറ്റുകളൊക്കെ മാറ്റാൻ വേണ്ടി നോക്കി, പക്ഷെ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല എന്നൊരവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? എന്നാൽ നിങ്ങളും ഈ ഐസ് ക്യൂബ് പോലെയാണ്. സപ്പോസ് 26 ഡിഗ്രി ഫാരൻഹൈറ്റ് വരുന്ന ഒരു റൂമിൽ ഈ ഐസ് ക്യൂബ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളത് ടെമ്പറേച്ചർ മെല്ലെ ഇൻക്രീസ് ചെയ്യാണ്, 27 ഡിഗ്രി ആയി. ഐസ് ക്യൂബിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 28 പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 29 വീണ്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അങ്ങനെ 30 31 32 32 ഡിഗ്രി ഫാരൻഹൈറ്റ് ആകുമ്പോൾ ഐസ് മെല്ലെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും നേരം ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി കൂട്ടിയത് വേസ്റ്റ് ആയിരുന്നോ? ഒരിക്കലുമല്ല. 32 ഡിഗ്രി എത്തിയപ്പോഴാണ് ആ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് സ്റ്റാർട്ടായത്. അതേപോലെ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഓരോ ഹാബിറ്റ്സും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ കം എ പോയിന്റ്, ഒരു പോയിന്റ് വരും. അതിനുശേഷം നമുക്ക് അതിന്റെ ആക്ച്വൽ റിസൾട്ട് കിട്ടും. ഈ എക്സാമ്പിള് ജെയിംസ് ക്ലിയർ എന്ന ഫേമസ് ഓതർ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയതാണ്. സപ്പോസ് ഒരാളൊരു പാറ പൊട്ടിക്കുകയാണ്, അയാൾ ചുറ്റികെടുത്ത് അടിച്ചടിച്ച് പൊട്ടിക്കുകയാണ്. 10 അടി അടിച്ചു, പൊട്ടിയില്ല. 20 അടിച്ചു, പൊട്ടിയില്ല. 30 അടിച്ചു, പൊട്ടിയില്ല. ഒടുവിൽ 50-ാമത്തെ അടിയിൽ ആ പാറ പൊട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് അടിച്ച 49 അടികൾ വേസ്റ്റ് ആണ്? ഒരിക്കലുമല്ല. ആ 49 അടികൾ അടിച്ചത് കൊണ്ടാണ് അത് പൊട്ടിയത് 50-ാമത്തെ അടിയിൽ. അതല്ല 40-ാമത്തെ അടിയിൽ അയാൾ നിർത്തിയിരുന്നെങ്കിലോ ഒരിക്കലും ആ പാറ പൊട്ടൂല്ല. അപ്പൊ അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഷുവറായിട്ടും 100% ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും.